കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഒരു അൺനോൺ വേരിയബിൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊരു ചോദ്യത്തിലോട്ട് പെട്ടെന്ന് പോവാം. സോ ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് kx + 1 when x is less than or equal to 5 ആണ്, 3x - 5 when x is greater than 5 ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാര്യം? അതായത് ഒന്നുമില്ലടാ, നമ്മളിപ്പോൾ വീട്ടിലൊരു സ്വഭാവവും പുറത്ത് വേറൊരു സ്വഭാവം എന്ന് പറയില്ല, അതുപോലെ തന്നെയാണ് എക്സ് 5 5 ചെറുതോ ആണെങ്കിൽ അത് kx + 1 ആയിട്ട് മാറും. ഇനിയിപ്പോൾ x 5 കൂടുതലായി കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം മാറി 3x - 5 ആവും. സോ ഇത് കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്നുണ്ട്. എപ്പോഴാണ് x = 5 കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? LHലും RHലും f(5)ഉം ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് അത് കണ്ടിന്യൂസ് ആവുക. സോ LHലും RHലും അറിയാത്തവരൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളൊരു നമ്പർ ലൈൻ ഇവിടെ നമ്മളിങ്ങനെ വരക്കുകയാണെങ്കിൽ, നമ്പർ ലൈനോട് വരക്കുകയാണെങ്കിൽ നമുക്കിതൊരു 5 മാർക്ക് ചെയ്ത് കൊടുക്കാം. നടുക്ക് നമ്മൾ 5 മാർക്ക് ചെയ്ത് കൊടുക്കാം. 5ന്റെ വലതുവശത്തുള്ളതൊക്കെ 5നെക്കാട്ടി വലിയ വാല്യൂസ് ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം, ഇത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയിരിക്കും. വലതുവശത്ത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയിരിക്കും. അപ്പോൾ LHL എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇടതുവശത്തുള്ളതായിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയിരിക്കും. ഉറപ്പായിട്ടും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് x → 5 മൈനസ് ആയിരിക്കും. RHL എന്ന് പറയുന്നത് ലിമിറ്റ് x → 5 + ആയിരിക്കും. 5ൽ ഉണ്ടാവുന്നത് f(5) തന്നെയായിരിക്കും. ഓക്കെ, ഇത് മൂന്നും ഈക്വൽ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ആദ്യം LHL ഒന്ന് എടുക്കാം. LHL എടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാം ലിമിറ്റ് x → 5 മൈനസ് f(x) ആണ്. അതായത് ഒന്നുമില്ലടാ, ഇവിടെ നമ്മൾ എടുക്കേണ്ട കാര്യം ഈ f(x) ഏതാണ്? ദി kx + 1 ആണ്. അവിടെ എക്സിൻ്റെ പകരം എന്ത് കൊടുക്കണം? 5 കൊടുക്കണം. സോ നമുക്ക് എന്താ കിട്ടുക? 5k + 1 ആണ്. ഇനി RHL ഒന്ന് നോക്കിയാലോ. RHL നോക്കുന്ന സമയത്ത് എന്താണ്? ലിമിറ്റ് x → 5 പ്ലസ് f(x) ആണ്. അതായത് ഒന്നുമില്ല, 5ൽ കൂടുതലാണെങ്കിൽ 3x - 5 ആണ്. എക്സിനോട് 5 കൊടുക്കുകയാണെങ്കിൽ 15 - 5 ആൻസർ എന്താണ്? 10 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ? LHL = RHL ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതാം? 5k + 1 = 10 എഴുതാം. അവിടെ നമുക്ക് കിട്ടും k = 9/5 എന്ന് കിട്ടും. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. സോ എപ്പോഴും ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ എടുക്കുക LHL = RHL = f(x) എന്ന് എടുക്കുക കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ.